കൃത്യമായി പഠിച്ചിട്ടും കുട്ടികളെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കാതിരിക്കാൻ വേണ്ടി അവരെ പുറകോട്ട് വലിക്കുന്ന 6 മൈൻഡ് സെറ്റുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ? ഹായ്, ഞാൻ കിരൺ രവി. കഴിഞ്ഞ 6 വർഷമായി കുട്ടികളെ വ്യത്യസ്ത കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വിജയിക്കാൻ വേണ്ടി പരിശീലിപ്പിക്കുമ്പോൾ അവരിൽ കണ്ടുവന്നിട്ടുള്ള അവരെ പിന്നിലേക്ക് വലിക്കുന്നതായിട്ടുള്ള 6 മൈൻഡ് സെറ്റുകളെ കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യത്തെ മൈൻഡ് സെറ്റാണ് ഇൻഅഡിക്വേറ്റ് റിവിഷൻ. ശരിയായ തരത്തിലുള്ള റിവിഷൻ ഇല്ലാതെ ഇരിക്കുക. കുട്ടികളിൽ കണ്ടുവരുന്നൊരു പ്രവണതയാണ് കറക്റ്റായി സിലബസ് മുഴുവൻ പഠിക്കാതെ, അതായത് ഓരോ സബ്ജക്റ്റിലെയും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കാതെ അവർ കുറച്ച് മാത്രം പഠിച്ചതിന് ശേഷം നേരെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിൻ്റെ മോക്ക് ടെസ്റ്റ് എടുത്ത് വെച്ച് എഴുതുക. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ അതൊരു പ്രീവിയസ് ഇയർ എക്സാം ആയിരിക്കാം. അപ്പോൾ ആ എക്സാം എഴുതുമ്പോൾ അതിൽ കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. ആ ക്വസ്റ്റ്യൻസിന് ഉത്തരം മാത്രം കണ്ടുപിടിച്ച് പഠിക്കുക. ശരിക്കും അവർ ചെയ്യുന്നത് കുറച്ച് മാത്രം സിലബസ് പഠിക്കും, അതിനുശേഷം കോമ്പറ്റേറ്റീവ് എക്സാമുള്ള കഴിഞ്ഞ കാലത്തെ ചോദ്യപേപ്പറുകൾ എടുത്ത് അത് സോൾവ് ചെയ്ത് അതിനകത്തുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാത്രം പഠിച്ചു വെച്ച് പോകും. ഇത് ശരിക്കും ഒരു റിവിഷൻ മെത്തേഡിൻ്റെ ലാസ്റ്റ് വരേണ്ട ഒരു സ്റ്റേജാണ്. പക്ഷേ കുട്ടികൾ ഇതിനിടയ്ക്കുള്ള സ്റ്റെപ്പുകൾ ഒഴിവാക്കിക്കൊണ്ട് ഈ ഒരു സ്റ്റേജ് മാത്രം ചെയ്യുന്നു. ശരിക്കും നമ്മളിത് ചെയ്യേണ്ടതാണ്, വളരെ അനിവാര്യവും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളതാണ്. പക്ഷേ ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? എപ്പോഴാണ് ആ കുട്ടി സിലബസിലെ എല്ലാ ചാപ്റ്റേഴ്സും ഒരു തവണ പഠിച്ച് അത് റിവൈസും ചെയ്ത് കഴിയുന്നു, അതിനുശേഷം വേണം എക്സാംസിലേക്ക് പോകാൻ. ഈ എക്സാംസ് എഴുതുക, അതിനുശേഷം അത് അനലൈസ് ചെയ്ത് അതിനകത്ത് കിട്ടാത്ത ചോദ്യങ്ങളുടെ ഉത്തരം പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ കുട്ടിക്ക് മനസ്സിലാകും അതിൽ ചില ചോദ്യങ്ങൾ കൃത്യമായി സ്ഥിരമായി എഴുതാതിരിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ വന്നിട്ടുള്ള ചാപ്റ്റേഴ്സ് ആ കുട്ടി കൃത്യമായി പഠിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? വീണ്ടും ആ ചാപ്റ്ററിലേക്ക് പോയി അതിൻ്റെ കൺസെപ്റ്റുകൾ വീണ്ടും ക്ലാരിഫൈ ചെയ്ത് പഠിക്കുക. അതിനുശേഷം വീണ്ടും ആ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് നോക്കുക. അതിനുശേഷം വീണ്ടും അത് നന്നാക്കിയതിന് ശേഷം എക്സാമിലേക്ക് വരിക. അപ്പോൾ പ്രോപ്പർ റിവിഷൻ എപ്പോഴാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ വൺസ് യു ഹാവ് കംപ്ലീറ്റഡ് യുവർ സിലബസ്, വൺസ് യു ഹാവ് സ്റ്റഡീഡ്, യു ഹാവ് ടു ടെസ്റ്റ് യുവർ സെൽഫ്. നിങ്ങളെ ടെസ്റ്റ് ചെയ്തല്ല നിങ്ങൾ പഠിക്കേണ്ടത്, പകരം പഠിച്ചതിന് ശേഷം ടെസ്റ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ എഫക്റ്റീവായിട്ട് വളരെ കുറച്ച് ടൈമിനുള്ളിൽ വെച്ച് ആ എക്സാം ക്വാളിഫൈ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകുള്ളൂ. അപ്പോൾ ആദ്യത്തെ റോങ് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇൻഅഡിക്വേറ്റ് റിവിഷനാണ്, അല്ലെങ്കിൽ ഇംപ്രോപ്പർ റിവിഷനാണ്. കുട്ടികളെ വിജയത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന രണ്ടാമത്തെ മൈൻഡ് സെറ്റാണ് ഫിയർ ഓഫ് ഫെയിലിയർ, അഥവാ തോൽവിയെക്കുറിച്ചുള്ള ഭയം. അപ്പോൾ കുട്ടികൾ പഠിച്ചു തുടങ്ങുമ്പോൾ, കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ അവർ മോക്ക് ടെസ്റ്റുകൾ എഴുതും. മോക്ക് ടെസ്റ്റ് എഴുതുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവർക്ക് ആദ്യ കാലഘട്ടങ്ങളിൽ മാർക്ക് കുറവായിരിക്കും. കാരണം സമയം മാനേജ് ചെയ്യാൻ പറ്റില്ല, ഉത്തരം തെറ്റിപ്പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ മാർക്ക് കുറഞ്ഞു പോകും. ഈ മാർക്ക് കുറവ് സ്ഥിരമായി കാണുമ്പോൾ അവർ പേടിച്ച് പിന്തിരിയാറാണ് പതിവ്. അപ്പോൾ ഇതിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്ഥിരമായി ടെസ്റ്റുകൾ എഴുതി കുറേ തരത്തിലുള്ള തെറ്റുകൾ വരുത്തും കുട്ടികൾ. ഈ തെറ്റുകൾ വരുത്തുന്നത് കണ്ടുപിടിച്ച് മനസ്സിലാക്കി അത് തിരുത്തി പോയാൽ മാത്രമേ അവർക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഫെയിൽ ഫാസ്റ്റ് ആൻഡ് ഫെയിൽ ഡിഫറൻ്റ്ലി ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട മോട്ടോ. അതായത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന മാക്സിമം തെറ്റുകൾ നമ്മൾ പഠിക്കുന്ന കാലയളവിൽ നമ്മൾ വീട്ടിൽ ഇരുന്ന് ടെസ്റ്റ് എഴുതുമ്പോൾ മാക്സിമം തെറ്റിക്കാവുന്ന എല്ലാ രീതിയിലും തെറ്റിക്കുക. പക്ഷേ ആ തെറ്റുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് തിരുത്തി പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. സബ്ജക്റ്റ് പഠിക്കുന്നത് മാത്രമല്ല പറയുന്നത്, ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതുമ്പോൾ സംഭവിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങൾ 30 എണ്ണമുണ്ട്. അത് 7 കാറ്റഗറി ആയിട്ട് തിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഇനി വരുന്ന വീഡിയോകളിൽ പറയാം. പക്ഷേ ഇങ്ങനെയുള്ള തെറ്റുകൾ സംഭവിച്ച തെറ്റുകൾ ഉണ്ടാക്കി അത് തിരുത്തി പഠിച്ചാൽ മാത്രമേ നമ്മളത് ഓവർകം ചെയ്തു പോകുള്ളൂ. അത് എല്ലാവർക്കും ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ് ആണ്. അത് എന്തായാലും വന്നിരിക്കും. പക്ഷെ അത് എപ്പോഴാണ് ഓവർകം ചെയ്തു പോകുന്നത്, അപ്പോൾ നമ്മൾ ഉറപ്പായും വിജയത്തിലെത്തിയിരിക്കും. അപ്പോൾ ഒരു തോൽവി സംഭവിക്കുന്നു എന്നുള്ള പേടിയിൽ അവിടെ മാറി നിൽക്കേണ്ട ആവശ്യമില്ല. അത് ഓവർകം ചെയ്ത് പോകാൻ മെത്തേഡുകളുണ്ട്. അത് കൃത്യമായി കണ്ടുപിടിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ഏതൊരു കുട്ടിക്കും, കൃത്യമായി വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഉറപ്പായിട്ടും കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും. എന്നെക്കൊണ്ട് പറ്റുമെന്ന് തോന്നുന്നില്ല ഷാജി ചേട്ടാ. ഇതാണ് കുട്ടികളെ പിന്തിരിപ്പിക്കുന്ന മൂന്നാമത്തെ മൈൻഡ് സെറ്റ്, സെൽഫ് ഡൗട്ട്. എന്നെക്കൊണ്ട് ഒരു എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നില്ല എന്ന് അവർക്ക് തന്നെ വരുന്ന കാഴ്ചപ്പാട് എപ്പോൾ വരും? സ്ഥിരമായി നമ്മളിങ്ങനെ കോമ്പറ്റേറ്റീവ് എക്സാമുള്ള മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യുമ്പോഴും മാർക്ക് സ്ഥിരമായി കൂടാണ്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് കുറഞ്ഞിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഡൗട്ടാണത്, സെൽഫ് ഡൗട്ട്. അപ്പോൾ അത് എങ്ങനെ ഓവർകം ചെയ്യാം? നിങ്ങൾ ഓവർകം ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിങ്ങൾ പഠിക്കുന്നതും എഴുതുന്നതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ 10ാം ക്ലാസ്സിനുള്ളിൽ വെച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളെല്ലാവരും 10ാം ക്ലാസ് എന്തായാലും പാസ്സായിട്ടുണ്ടല്ലോ. അപ്പോൾ ഒരു തവണ നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായും നമ്മളെ കൊണ്ട് അത് വീണ്ടും ചെയ്യാൻ സാധിക്കും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം. പക്ഷേ കുറച്ച് ചേഞ്ചസ് വരുത്തണം സ്യൂട്ടബിൾ ആയിട്ടുള്ള. എന്താണ് ആ ചേഞ്ചസ്? സ്പീഡിന് ടൈമിനകത്ത് വെച്ച് ചെയ്യണം. അപ്പോൾ പണ്ടൊരിക്കൽ നമ്മൾ പഠിച്ച് പരീക്ഷ പാസ്സായിട്ടുള്ള അതേ കാര്യം വെച്ച് വീണ്ടും പരീക്ഷ എഴുതുക മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ നമ്മളെ സംശയിക്കേണ്ട ആവശ്യമില്ല.
മറിച്ച് നമുക്ക് അതിൽ വിജയിക്കണമെങ്കിൽ കുറച്ച് സോഫ്റ്റ് സ്കില്ലുകൾ കൂടെ ഡെവലപ്പ് ചെയ്താൽ മതി. അതിൽ ഒരെണ്ണം എന്ന് പറയുന്നത് ഫാസ്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന സോഫ്റ്റ് സ്കില്ല്. അങ്ങനെ ഒരു സെറ്റ് ഓഫ് സോഫ്റ്റ് സ്കില്ലുകളുണ്ട്. ഇത് കൂടെ ഡെവലപ്പ് ചെയ്താൽ ഏതൊരു വിദ്യാർത്ഥിയും 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരു വിദ്യാർത്ഥിയെ കൊണ്ട് ഇതേ കോമ്പറ്റേറ്റീവ് എക്സാംസ് ക്വാളിഫൈ ചെയ്യാൻ പറ്റും, ശരിയായിട്ടുള്ള രീതിയിൽ അതിന് വേണ്ടി തയ്യാറെടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ സെൽഫ് ഡൗട്ടിൻ്റെ ഒരു കാര്യമേ, ഒരു ആവശ്യമേ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം. മിക്കപ്പോഴും കുട്ടികൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ആപ്പുകളിലേക്ക് മോക്ക് ടെസ്റ്റുകൾ എഴുതും. അത് മിക്കപ്പോഴും ഒരു ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആയിരിക്കും. അപ്പോൾ ആ എക്സാമുകൾ എഴുതുമ്പോൾ കുട്ടികൾ അവരുടെ കിട്ടുന്ന മാർക്ക് ആ എക്സാമിന് എതിരുള്ള മറ്റു കുട്ടികളുടെ മാർക്കുമായിട്ട് കമ്പയർ ചെയ്യും. അപ്പോൾ അന്ന് മുതൽ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും, കമ്പാരിസൺ വിത്ത് അതേഴ്സ്. ഈ കമ്പാരിസൺ വിത്ത് അതേഴ്സ് ആണ് കുട്ടികളെ പിന്നിലേക്ക് വലിക്കുന്ന 4ാമത്തെ ഫാക്ടർ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് ഈ കുട്ടികളോടല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നത് നമ്മളോട് തന്നെയാണ്. എന്തുകൊണ്ട്? നമ്മളോട് കമ്പീറ്റ് ചെയ്ത് നമ്മുടെ സ്പീഡും നമ്മുടെ കഴിവുകളും കൂട്ടിയാൽ മാത്രമേ നമ്മൾക്ക് ഈ എക്സാം ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾക്ക് 100 കണക്കിന് വേക്കൻസിയോ 1000 കണക്കിന് വേക്കൻസിയോ ലക്ഷക്കണക്കിന് വേക്കൻസി വേണ്ട, നമുക്ക് ജോലി കിട്ടാൻ ഒരൊറ്റ വേക്കൻസി മതി. അപ്പോൾ അതിന് നമ്മൾ പ്രാപ്തരാകണമെങ്കിൽ ഈ ടെസ്റ്റ് നിഷ്കർഷിക്കുന്ന കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. അത് ക്വാളിഫൈ ചെയ്യാൻ നമ്മൾ പ്രാപ്തരായാൽ മതി. അപ്പോൾ നമ്മൾ ആ ഫാക്ടേഴ്സിനോട് ആണ് നമ്മളെ ഇംപ്രൂവ് ചെയ്യിപ്പിച്ച് കോമ്പീറ്റ് ചെയ്യേണ്ടത്, അല്ലാണ്ട് നമ്മൾ മറ്റൊരാളോടല്ല. കാരണം നമുക്ക് ഓൾറെഡി അറിയാം, നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവ ആ കോമ്പറ്റേറ്റീവ് എക്സാം നിഷ്കർഷിക്കുന്ന ക്രൈറ്റീരിയ അല്ലെങ്കിൽ കട്ട് ഓഫിനുള്ളിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ നമ്മളെ തന്നെ പ്രാപ്തരാക്കുക മാത്രം മതി. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഈ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പഠിച്ചു തുടങ്ങുന്ന കാലത്ത് നമുക്ക് എന്താണ് നിലവാരമെന്ന് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക. ചിലപ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ അതിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കായിരിക്കും പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ തുടക്കത്തിൽ നമ്മൾ നമ്മുടെ ലെവൽ ചെക്ക് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് സബ്ജക്റ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്പീഡ് കൂട്ടുക, അങ്ങനെയുള്ള സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് കൃത്യമായ റെഗുലർ ഇൻ്റർവെൽസിൽ അത് ടെസ്റ്റുകളിലൂടെയോ അല്ലാതെയോ ചെക്ക് ചെയ്തു പോവുക. 1 വീക്ക് 2 വീക്ക് 1 മന്ത് 2 മന്ത് അങ്ങനെ ഒരു റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മുടെ ലെവൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്ന് ചെക്ക് ചെയ്യുക. എവിടൊക്കെയാണ് ആ ഇമ്പ്രൂവ്മെൻറ്റ് കൃത്യമായിട്ട് വരുന്നില്ല എന്ന് മനസ്സിലാകുന്നു, അതിൻ്റെ മൂല കാരണം എന്താണെന്ന് കണ്ടുപിടിക്കും. അത് ഓവർകം ചെയ്യാനുള്ള ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയും അത് എത്രയും വേഗം ഓവർകം ചെയ്ത് ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് അടുത്ത ലെവലിലേക്ക് പോവുകയാണ് വേണ്ടത്. അപ്പോൾ കമ്പാരിസൺ വേണമോ ഒരു കുട്ടിക്ക്? കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്ന കുട്ടിക്ക് വേണ്ട. പക്ഷേ കമ്പാരിസൺ വേണമോ എന്ന് ചോദിച്ചാൽ വേണമെന്നൊരു ക്രൈറ്റീരിയ ഉണ്ട്. എവിടെയാണ് അത് വേണ്ടത്? സെൽഫ് കമ്പാരിസൺ വേണം. നമ്മുടെ ഇന്നത്തെ ലെവലും അതെങ്ങനെ മാറ്റാം എന്നുള്ളതിന് വേണ്ടിയുള്ള കമ്പാരിസൺ മാത്രം വേണം. മറിച്ച് മറ്റുള്ളവരുമായിട്ടുള്ള കമ്പാരിസൺ ഈസ് നെവർ ഹെൽത്തി. ഇംഗ്ലീഷ് എളുപ്പമാണ്, ഞാൻ നാളെ പഠിക്കാം. നാളെ ആകുമ്പോഴോ ഇംഗ്ലീഷ് എളുപ്പമാണ്, ഞാൻ നാളെ പഠിക്കാം. അപ്പോൾ കുട്ടികളെ വിജയത്തിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന 5ാമത്തെ ഫാക്ടറാണ് പ്രോക്രാസ്റ്റിനേഷൻ. ഇന്ന് ചെയ്യേണ്ട ജോലി നാളത്തേക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് പിന്നത്തേക്ക് ഇടുക. പ്രോക്രാസ്റ്റിനേഷൻ ഉള്ളപ്പോൾ നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ അത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നിട്ട് പോലും മടി കാരണം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫാക്ടർ കാരണം നമ്മളത് പിന്നത്തേക്ക് വെക്കും. ഈ പിന്നത്തേക്ക് വെക്കുന്നത് അവിടെ തന്നെ പിന്നത്തേക്ക് ഇരുന്ന് ഒരിക്കലും നമ്മളത് പ്രിപ്പയർ ചെയ്യില്ല. യഥാർത്ഥ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ ആ പിന്നത്തേക്ക് വെച്ചതും അതായത് വർക്ക് ചെയ്യേണ്ടിയിരുന്ന ആ കാര്യങ്ങളും ഒക്കെ നമ്മളെ അത്രയും മാർക്ക് സ്കോർ ചെയ്യുന്നതിൽ നിന്ന് പിന്നിലേക്ക് വലിക്കുന്നു. നമ്മുടെ കട്ട് ഓഫിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ പിന്നിലേക്ക് വലിക്കും, അല്ലെങ്കിൽ നല്ലൊരു റാങ്ക് കിട്ടേണ്ട മാർക്കിൽ നിന്ന് നമ്മളെ പിന്നിലേക്ക് വലിക്കും. അപ്പോൾ മിക്കപ്പോഴും നമ്മൾ ഈ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എളുപ്പമുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ ഒരിത്തിരി മടിയുള്ള കാര്യങ്ങളോ താല്പര്യമില്ലാത്ത കാര്യങ്ങളോ ആയിരിക്കും. ഈ പ്രോക്രാസ്റ്റിനേഷൻ നമ്മളെ വിജയത്തിൽ നിന്ന് ഒരുപാട് പുറകോട്ട് വലിക്കും എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ എന്ന് സാധിക്കുന്നു അന്ന് മുതൽ ആ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്താൽ എത്രയും വേഗം നിങ്ങൾ വിജയത്തിൽ നല്ല മാർക്കോടുകൂടി എത്തിച്ചേരും. കംഫർട്ട് സോൺ എല്ലാവരും കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പം നമ്മൾ കരുതും നമുക്ക് കംഫർട്ട് സോൺ ഇല്ല. എന്താ കംഫർട്ട് സോൺ? എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, എനിക്ക് ഈസി ആയിട്ടുള്ള, എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളിരിക്കുന്ന ഒരു ഇൻവിസിബിൾ സോണാണ് കംഫർട്ട് സോൺ. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കുണ്ട് കംഫർട്ട് സോൺ. ചിലർക്ക് മാത്സ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും എളുപ്പം, ചിലർക്ക് റീസണിങ് ആയിരിക്കും എളുപ്പം. അവരത് മാത്രം സ്ഥിരമായി പഠിച്ചുകൊണ്ടിരുന്ന അതിൽ കിട്ടുന്ന മാർക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ആ സമയത്ത് ബാക്കിയെല്ലാം അവിടെ കിടക്കുകയായിരിക്കും. നമുക്ക് ഈ ഒരൊറ്റ സബ്ജക്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ ഒരൊറ്റ ചാപ്റ്റർ കൊണ്ടോ അല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിൻ്റെ മാർക്ക് കിട്ടുന്നത് അല്ലേ? ഇതെല്ലാം നമുക്ക് വേണം. പക്ഷേ അപ്പോഴും കുട്ടികൾ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളതും താല്പര്യമുള്ള സബ്ജക്റ്റ് മാത്രം പഠിച്ചുകൊണ്ട് മറ്റു പല സബ്ജക്റ്റുകളും ചാപ്റ്ററുകളും അവിടെ ഉപേക്ഷിക്കും. അപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻ വരുമ്പോഴോ ഒരു സെറ്റ് കാര്യങ്ങളിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യും, ബാക്കി സെറ്റ് കാര്യങ്ങളിലെ മാർക്കുകൾ കിട്ടാതെ പോകും.
കംഫർട്ട് സോണിൽ ഇരിക്കുന്നതാണ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനെ സംബന്ധിച്ചും ജീവിതത്തിനെ സംബന്ധിച്ചും ഏറ്റവും മോശകരമായിട്ടുള്ള കാര്യം. നമ്മൾ നമ്മുടെ പരിധി വിട്ട് പുറത്തേക്ക് ഇറങ്ങി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ട്രൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി അത് ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ ജീവിതത്തിലും കോമ്പറ്റേറ്റീവ് എക്സാംസിലും നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാംസിൽ നിന്നും പിന്തിരിപ്പിക്കുന്ന ആറാമത്തെ ഫാക്ടറാണ് ബീയിങ് ഇൻ എ കംഫർട്ട് സോൺ അഥവാ കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ ആണ്. ഈ മൈൻഡ് സെറ്റിൽ ഓരോന്നും നിങ്ങൾ ബ്രേക്ക് ചെയ്താൽ നിങ്ങൾ വിജയത്തിലെത്തുന്ന സമയം വളരെയധികം ചുരുങ്ങിയിട്ടുണ്ടാവും. ബ്രേക്ക് ദിസ് ആൻഡ് ദ സ്കൈ ഈസ് യുവർ ലിമിറ്റ്. ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന ഈ നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം. ഇതിൽ നിങ്ങൾക്ക് വേണ്ടുന്ന എന്തെങ്കിലും അസിസ്റ്റൻസോ ഡൗട്ട് ക്ലിയറൻസോ നമ്മൾ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെ അടുത്ത വീഡിയോയിൽ കാണാം.